എല്ലാ ചങ്ങന്മാർക്കും ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഇന്നിപ്പം നിങ്ങൾ ഈ വേഷമൊക്കെ കാണുമ്പോൾ വിചാരിക്കും നല്ലൊരു മോഡേൺ ലുക്കിൽ ഒരു നാടൻ മോരുകറിയാണ് ഇന്നത്തെ ഹൈലൈറ്റ്. കൂടുതൽ തള്ളുന്നില്ല, കാര്യത്തിലേക്ക് കലാപരിപാടിയിലേക്ക് കടക്കാം. 1.5 കപ്പ് നല്ല കട്ട തൈര്, അതിവിടെ സെറ്റാണ്. പുളിയുള്ളതായാലും പുളിയില്ലാത്തതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ജീരകപ്പൊടി, അത് നല്ല ജീരകമാണ് നമ്മൾ എടുത്തേക്കുന്നത്, അത് 1/2 ടീസ്പൂൺ. പിന്നെ നല്ല നീളത്തിൽ ഉള്ളൊരു പച്ചമുളക്, പിന്നെ 2 നുള്ള് ഉലുവപ്പൊടി. പിന്നെ മോരുകറി താളിക്കാനുള്ള കടുക്, കറിവേപ്പില, വറ്റൽമുളക് അതിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ മെയിനായിട്ട് വേണ്ടതാണ് ഉപ്പുമോൻ. ഇവൻ കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. അതിവിടെ നമ്മൾ ആ കുപ്പി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിക്കകത്തിട്ട് ഈ കട്ട തൈരിനെ, അത് മസിൽ പിടിച്ചിരിക്കുന്ന തൈരിനെ ഒന്ന് ലൂസാക്കി എടുക്കണം. അതിൻ്റെ ഒപ്പം നമ്മൾ ആ മിക്സിക്കകത്തോട്ട് കട്ട തൈര് അങ്ങോട്ട് 1.5 കപ്പ് തൈര് ഇട്ടു. ഇനി അതിൻ്റെ കൂടെ ബാക്കി മസാലപ്പൊടികൾ, അതായത് പച്ചമുളകും പിന്നെ നമ്മുടെ വെച്ചിരിക്കുന്നത് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഇവനെല്ലാം കൂടെ തട്ടി കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് നല്ലോണം കാലയ്ക്ക് അടിച്ച് അങ്ങോട്ട് എടുക്കണം. കാലയ്ക്ക് അടിക്കാൻ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മാത്രം നേരത്തെ പറഞ്ഞ് നമ്മൾ ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. മിക്സിക്കകത്ത് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം മിക്സിക്കകത്ത് നമ്മളിത് അടിച്ചെടുക്കാൻ. ഇനി ഇവനൊന്ന് അടിച്ച് നല്ല സെറ്റാക്കി നല്ല സാധനം കൈ കിട്ടി. തുറന്ന് കണ്ട നല്ല കുഴമ്പ് പരുവത്തിന്, നല്ല ദോശമാവിൻ്റെ പരുവത്തിന് സൂപ്പറായിട്ട് നല്ല സാധനം കിട്ടി. ഇനി നമുക്ക് അടുത്ത കലാപരിപാടിയാണ്. നമ്മളിത് അടുപ്പത്ത് ചട്ടി വെച്ചു, ചൂടായി, അങ്ങോട്ട് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അത് ആവശ്യത്തിന്. ഇത് നമ്മൾ പച്ച വെളിച്ചെണ്ണ കുറച്ച്, അത് 2 ടീസ്പൂണാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതാണ്ട് കടുക് അങ്ങോട്ട് പൊടിഞ്ഞാൽ പഠാർ എന്നും പറഞ്ഞിട്ട് കടുക് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ ബാക്കി നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതൊന്ന് ചൂടായി ഒന്ന് അറിയാലോ, നമ്മൾ മോരുകറിക്ക് താളിക്കാന്ന് പറയും. അതൊന്ന് താളിച്ച് ആ ഒരു പരുവത്തിൽ അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യുന്നു, നമ്മൾ അടിച്ച് ആ മിക്സിക്കകത്ത് നമ്മളിനി അടിച്ച് അവിടെ സെറ്റാക്കി കുഴമ്പ് വരുത്തി വെച്ചിരിക്കുന്ന സാധനം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നല്ലതായിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി. ഇത് തീ കുറച്ചിട്ട് വേണം ഈ പരിപാടിയൊക്കെ ചെയ്യാൻ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പണിയാണ്. അതുകൊണ്ട് തീ നല്ലവണ്ണം കുറച്ച് വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നോക്കുക ഉപ്പ്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക. നമ്മൾ ഈ സാധനമൊക്കെ അങ്ങോട്ട് അടിച്ചാലും തൊട്ട് നോക്കത്തില്ലേ, അതുപോലെ തൊട്ട് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല ആദ്യം. ഇത് വെള്ളം ഇല്ലാതാണ് നമ്മൾ തൈര് അടിച്ചെടുത്തത്. അതിൻ്റെ കൂടെ പിന്നെ ഈ മിക്സിക്കകത്ത് ആ കുറച്ച് പറ്റിയിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയിട്ട് അത് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ അധികം വെള്ളമില്ലാതെ എടുക്കുന്നതാണ് ഈ മോരുകറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എല്ലാം നമ്മൾ എല്ലാ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി തീ കുറച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കുക. എന്നിട്ട് ഓഫാക്കി ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ അതൊന്ന് കുറി സെറ്റാവും. ഇപ്പോൾ നമ്മൾ ഒഴിച്ച് വെച്ചു. ഇനി അത് കുറച്ചൊന്ന് തണുത്ത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കുറി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ചോറിൻ്റെ കൂടെ, അതുപോലെ ഈ കപ്പയൊക്കെ വേവിച്ചിട്ട്, കപ്പയൊക്കെ നല്ല നാടൻ മത്തിക്കറി, ആ കപ്പ വേവിച്ചതിനകത്തോട്ട് ഈ മോരുകറി ഉണ്ടല്ലോ, ഈ മോരുകറി അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കുതിർക്കണം. എന്നിട്ട് നല്ല നാടൻ മത്തിക്കറി, നല്ല നെയ്യുള്ള മത്തിക്കറിയിൽ അങ്ങോട്ട് കുഴച്ച് അതങ്ങോട്ട് കഴിക്കുമ്പോൾ എൻ്റെ പൊന്നടാവേ, ഒന്നും പറയാനില്ല. അതുപോലെ വീട്ടിൽ ഈ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അച്ചാറില്ലേ, കടുമാങ്ങച്ചാറിൻ്റെ കൂടെ ഈ മോരുകറിയും ചോറും കൂടെ ഉണ്ടാക്കി പിന്നെ വേറെ ഒന്നും വേണ്ട. അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ സ്വർഗം എന്ന് പറയുന്ന പോലെ വേറെ ലെവലായിരിക്കും. പിന്നെ അതുപോലെ നല്ല വേവിച്ച വെന്തുടഞ്ഞ ബീഫിൻ്റെ കൂടെ ബീഫും ഇച്ചിരി കപ്പയും ഇച്ചിരി മോരുകറി, അതുപോലെ ചോറിൻ്റെ കൂടെയും പൊളിയാണ്. ചോറും ബീഫും മോരുകറിയും ഒരു രക്ഷയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല കോമ്പിനേഷനുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ ഈ ഒരു സാധാരണ ഉണ്ടാക്കുന്ന മോരുകറിനെ അപേക്ഷിച്ച് ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഇനി അടിപൊളി ഒരു കിടുക്കാച്ചി വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു സൂൺ. കാണണം.